ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത് ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ പനീർ ബട്ടർ മസാലയും കൂടിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ കൂടുമ്പോ ഒരു രസമല്ലേ അല്ലേ അമ്മേ? അതെ. അപ്പൊ എന്താ വെച്ചാൽ കൂടുതൽ കഴിക്കാനും തോന്നും. അതാണ് പ്രശ്നം. ഇന്ന് രാവിലെ പുട്ടായിരുന്നു അല്ലേ? രാവിലെ പുട്ടും കടലേക്ക് ആയിരുന്നു. മുത്തശ്ശിക്ക് ഒരു സ്ഥലം വരെ പോകണ്ടായിരുന്നു. പക്ഷെ നേരത്തെ പോയി ഉണ്ടാക്കിയ കടലക്കറി സൂപ്പർ ആയിട്ടുണ്ട്. കാണാമ്പഴ പോയി തൊഴുതു വന്നു മുത്തശ്ശി ഇന്ന്. അമ്മു പൊന്നൊക്കെ പറഞ്ഞു കടലക്കറി സൂപ്പർ ആയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ അമ്മുവിനെ പൊന്നുവിനെയൊക്കെ ചോദിച്ചു, എല്ലാരും പരിചയപ്പെടുത്താൻ പറഞ്ഞു. എന്തായാലും അവര് വരട്ടെ. അതെ. അങ്ങനെ ഞങ്ങൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമായിട്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കണത് ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കാൻ ഞാൻ ഇത്തിരി തന്നെ കഴിക്കാറുള്ളൂ. പക്ഷെ അത് ഓരോ സമയത്ത് കറക്റ്റ് സമയത്തൊന്നും കഴിക്കില്ല. അതാണ് പെട്ടെന്ന് ഞാൻ വണ്ണം വയ്ക്കും, പെട്ടെന്ന് വണ്ണം കുറയും. അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. അമ്മു പൊന്നും ഞാനും കൂടെ നല്ല തകൃതിയായിട്ട് ഇങ്ങോട്ട് കുക്കിങ്ങിലേക്ക് ഇങ്ങോട്ട് കടന്നിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മളെ വേറെ ഷെഡാണ്. നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തിരിക്കുന്ന ഒരു ഷെഡാണ് കേട്ടോ. ഇവിടെ കിച്ചൺ എന്നുള്ള രീതിയിൽ നമ്മളെ വീട്ടിലപ്പോൾ നമുക്ക് അങ്ങനെ അലങ്കോലമായിട്ട് കിടക്കൊന്നുമില്ലല്ലോ. നല്ല വൃത്തിയായിട്ട് എപ്പോഴും ഇങ്ങനെ കിടന്നോളും. അപ്പം ഞാനാണ് ഇവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ഒരാൾ. എനിക്ക് അമ്മ ചില സമയത്ത് ഉണ്ടാക്കും, പക്ഷേ അമ്മയ്ക്ക് ഞാൻ ഉണ്ടാക്കിയത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സോസുകളൊക്കെ ഒഴിച്ച് നമ്മൾ വെജിറ്റബിൾസും നോർമലി ഉണ്ടാക്കണം, ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വരും ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതാ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിശന്നിട്ടാണെന്ന് വെച്ചെങ്കിൽ അത്രയും സമയമായിട്ടുണ്ടായിരുന്നു, 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ വിശക്കുമ്പോൾ ഉണ്ടാക്കാമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. പക്ഷേ കഷ്ണങ്ങളെല്ലാം നുറുക്കി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും സമയം ഇത്തിരി ലേറ്റായിപ്പോയി. അപ്പോൾ ഞാൻ അയ്യോ വിശന്നിട്ടോ അയ്യല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു ഐറ്റം അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണമെങ്കിൽ നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. 4 തരം വെറൈറ്റി കോമ്പുകളാണ്. നമ്മുടെ താരനില്ലേ, തലയിൽ ചെറിയ ചെറിയ പൊടിയായിട്ട് നിൽക്കണതോ അല്ലെങ്കിൽ മുടി നന്നായിട്ട് ഹെയർ ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു വുഡൻ നീം ട്രീറ്റഡ് ആര്യവേപ്പിലയുടെ എണ്ണയിൽ മുക്കി വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു 4000-ഓളം ആൾക്കാരുടെ റിവ്യൂ കണ്ടിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വെറും 140 രൂപയുള്ളൂ കേട്ടോ. എനിക്ക് അത് കണ്ടിട്ടാണ് ഞാൻ അതിശയിച്ചു പോയത്. ഈ 4 എണ്ണത്തിന് വെറും 140 രൂപയ്ക്ക് ഇവർക്ക് എങ്ങനെ മുതലാവുക എന്നുള്ള കാര്യം. ഇതിൻ്റെ ലിങ്ക് ഞാൻ റൈറ്റ് സൈഡിൽ ടാഗ് ചെയ്ത് കൊടുക്കാം.